എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. ഇന്ന് നമുക്ക് മായയിൽ ബം മാപ്പും നോർമൽ മാപ്പും ഡിസ്പ്ലേസ് മാപ്പും എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ പ്ലെയിനിൽ ഞാൻ ബം മാപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായി പ്ലെയിൻ 1 സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുത്ത് അർണോൾഡ് ഷെയ്ഡറിൽ പോയി എ സ്റ്റാൻഡേർഡ് സർഫസ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എ സ്റ്റാൻഡേർഡ് സർഫസിൻ്റെ പേര് മാറ്റാം. ഇവിടെ ബം മാപ്പിന് നമുക്ക് പേര് മാറ്റാം. അതിനുശേഷം നമുക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കളർ വൈറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം താഴെ ജിയോമെട്രിയിൽ വന്ന് നമുക്ക് ബം മാപ്പിങ്ങിൽ ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്യാം. ഇങ്ങനെ ഫയൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബംപ് ആട്രിബ്യൂട്ട്സിലേക്ക് ആയിരിക്കും പോകുന്നത്, അല്ലാണ്ട് ഫയൽ ആട്രിബ്യൂട്ടിലേക്കല്ല. ഇവിടെ ബംപ് ആട്രിബ്യൂട്ടിൽ ബം വാല്യൂ ഉണ്ട്, ബം ഡെപ്തും ഉണ്ട്. ഇവിടെ ബം വാല്യൂവിൽ ഈ കണക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫയൽ ആട്രിബ്യൂട്ടിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇമേജ് നെയിമിൽ നമുക്ക് ബം മാപ്പ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഗ്രേ റോക്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്ചർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യമേ ഗ്രേ റോക്സ് കയറി ടെക്സ്റ്റേഴ്സിൽ കയറി ബം മാപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രേ റോക്സ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്താൽ നമുക്കിത് അപ്ലൈ ആവുന്നതാണ്. പക്ഷേ വ്യൂ പോർട്ടിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. വ്യൂ പോർട്ടിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നംപാഡിലുള്ള 6 ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വ്യൂ പോർട്ടിൽ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് റെൻഡർ ചെയ്ത് കാണാം. അതിനായി അർണോൾഡിൽ വന്ന് ലൈറ്റ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫിസിക്കൽ ലൈറ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഫിസിക്കൽ ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻറ്റൻസിറ്റി 1.5 മാറ്റാം, കാരണം ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. വീണ്ടും നമ്മൾ അർണോൾഡിൽ വന്ന് റെൻഡറിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ റെൻഡർ പ്രിവ്യൂ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ സീനൊന്ന് സൂം ഇൻ ചെയ്യാണ്. ഇതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലെയിന് ക്ലിക്ക് ചെയ്ത് ജിയോമെട്രിയിൽ ഫയൽ ആട്രിബ്യൂട്ടിലേക്ക് പോയി നമ്മുടെ കളർ സ്പേസ് വന്ന് sRGB എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂട്ടിലിറ്റി പോയി റോ ഒന്ന് മാറ്റണം. റോ ഒന്ന് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ കാണാം. ഇപ്പോൾ മുമ്പ് എടുത്ത സ്ക്രീൻഷോട്ടും ഇതും തമ്മിൽ വ്യത്യാസം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഷാഡോവിൻ്റെ ഡെപ്ത്ത് കൂടുതലായിരിക്കും റോയ്ക്ക്. sRGBക്ക് ആ ഷാഡോ ഡെപ്ത്ത് കുറവായിരിക്കും. കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നുന്ന റോ മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും. ഇനി നമുക്ക് നോർമൽ മാപ്പ് ആഡ് ചെയ്യാം. അതിനായിട്ട് രണ്ടാമത്തെ പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുത്ത് അർണോൾഡ് ഷെയ്ഡറിൽ പോയി സ്റ്റാൻഡേർഡ് സർഫസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വീണ്ടും ഇതിൻ്റെ പേര് മാറ്റാം, നോർമൽ മാപ്പ് എന്നിടാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കളറ് നമുക്ക് പ്യൂർ വൈറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ജിയോമെട്രിയിൽ വന്ന് ബം മാപ്പിൽ ഈ ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ബം ആട്രിബ്യൂട്ടിൽ വന്നു കഴിയുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യൂസ് ആസ് ബംപ് എന്നുള്ളത് നമ്മൾ ടാൻജൻറ്റ് സ്പേസ് നോർമൽസിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള അർണോൾഡിൽ വന്ന് ഫ്ലിപ്പ് G ചാനൽ ചെക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഫ്ലിപ്പ് R ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺചെക്ക് ചെയ്യുകയും വേണം. അതിനുശേഷം നമ്മൾ ബം വാല്യൂ വന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബം വാല്യൂവിൽ വന്ന് ഈ കണക്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോർമൽ മാപ്പ് ആഡ് ചെയ്യാം. ഇവിടെ നമ്മുടെ നോർമൽ മാപ്പ് EXR എന്ന് പറയുന്ന മാപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റെൻഡർ നോക്കാം. നോർമൽ മാപ്പ് ആഡ് ചെയ്ത് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെൻഡർ കിട്ടും. ഇവിടെ നമുക്കിതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അധിക വ്യത്യാസം കാണാൻ കഴിയുന്നല്ല. പക്ഷേ ടെക്സ്ചർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത് നോർമൽ മാപ്പിനായിരിക്കും. ഇവിടെ മൂന്നാമത്തെ പ്ലെയിനിൽ വന്നതിന് ശേഷം ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം മൂന്നാമത്തെ പ്ലെയിനിൽ വന്ന് നമ്മൾ അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുത്ത് അർണോൾഡ് ഷെയ്ഡറിൽ വന്ന് എ സ്റ്റാൻഡേർഡ് സർഫസ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്ന് നമുക്കിതിൻ്റെ പേര് മാറ്റാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ജിയോമെട്രിയിൽ വന്ന് ബം മാപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട. അതിന് പകരം നമ്മൾ മുകളിലുള്ള ഈ കണക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ എ സ്റ്റാൻഡേർഡ് സർഫസ് 3ST ഫോൾഡറിലേക്ക് വരണം. ഇവിടെ നമുക്ക് ഷെയ്ഡിംഗ് ഗ്രൂപ്പ് ആട്രിബ്യൂട്ടിൽ സർഫസ് മെറ്റീരിയലും വോളിയം മെറ്റീരിയലും ഡിസ്പ്ലേസ്മെൻറ്റ് മെറ്റീരിയലും കിട്ടുന്നതാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മെറ്റീരിയൽ ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടെക്സ്ചർ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആട്രിബ്യൂട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഈ കണക്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്യാം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടെക്സ്ചർ
ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കളർ സ്പേസ് വന്ന് sRGB എന്നുള്ളത് യൂട്ടിലിറ്റി പോയി റോ എന്ന് മാറ്റണം. ഇതിന് ശേഷം നമ്മൾ ഇതൊന്ന് റെൻഡർ ചെയ്യാം. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ റെൻഡർ ചെയ്ത 2 മാപ്പിൽ നിന്നും ചെറിയൊരു വ്യത്യാസം കാണാം. അതായത് ഇതിൻ്റെ പ്ലെയിന് ഡീഫോം ആകുന്നുണ്ട്, ഇതിൻ്റെ ഷേപ്പ് ഡീഫോം ആകുന്നുണ്ട്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസും അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോർമൽ മാപ്പും ബം മാപ്പും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസിൽ ഡീഫോർമേഷൻസ് വരത്തില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൽ ഡീഫോർമേഷൻസ് ഉണ്ടാകുന്നതാണ്. ഇവിടെ സബ് സർഫസ് നമുക്ക് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ സബ് സർഫസ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. പക്ഷേ ലോ പോളിയിൽ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്കിതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം എൻ പ്ലെയിൻ ഷേപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ അർണോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സബ് ഡിവിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ആട്രിബ്യൂട്ട്, വോളിയം ആട്രിബ്യൂട്ട് എന്നും 3 സെക്ഷൻ കാണും. ഇതിൽ സബ് ഡിവിഷൻ ആട്രിബ്യൂട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് നണ്ണിൽ നിന്ന് കാറ്റലോഗിലേക്ക് മാറ്റുക. അതിനുശേഷം ഇറ്ററേഷൻ 1 നിന്ന് 3 അല്ലെങ്കിൽ ഒരു 5 മാറ്റണം. എത്ര ഡീറ്റെയിൽസ് കൊണ്ടുവരണോ അതിനനുസരിച്ച് നമുക്കത് മാറ്റി വേണം. ഈ ഇറ്ററേഷൻ വാല്യൂ എന്ന് പറയുന്നത് സബ് ഡിവിഷൻ ആഡ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ വ്യൂ പോർട്ടിൽ അഫക്റ്റ് ചെയ്യത്തില്ല, പക്ഷേ നമ്മുടെ റെൻഡർ ഔട്ട്പുട്ടിൽ അത് അഫക്റ്റ് ആകുന്നതാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് റെൻഡർ ചെയ്ത് കാണാം. ഇങ്ങനെ കാണുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഡിവിഷൻ കൂടിയത് കൊണ്ടല്ല, ഹൈറ്റ് കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാം. അതിനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ആട്രിബ്യൂട്ടിൽ വന്നതിന് ശേഷം ഹൈറ്റിൽ നമുക്കിവിടെ നിന്ന് 0.1 എന്ന് ആദ്യം ഒന്ന് കൊടുത്തു നോക്കാം. 0.1 കൊടുത്താൽ അതേണ്ട ഇതുപോലെ ഇരിക്കും. നമുക്കതല്ല വേണ്ടത്, നമുക്ക് കുറച്ചും കൂടെ വാല്യൂ റേസ് ചെയ്ത് നോക്കാം. 0.3 എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ബം മാപ്പ്, നോർമൽ മാപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ആഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, നമുക്ക് നോർമൽ മാപ്പ് അല്ലെങ്കിൽ ബം മാപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിനോട് ചേർക്കാൻ പറ്റുമെന്ന്. നമുക്ക് ചേർക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനു മുന്നേ നമുക്കിതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം പ്ലെയിൻ 3 സെലക്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിലേക്ക് പോയി ജിയോമെട്രിയിൽ വന്ന് ബം മാപ്പിലെ ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്ത് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നോർമൽ മാപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യൂസ് ആസ് എന്നുള്ളത് ബമ്പിൽ നിന്ന് ടാൻജൻറ്റ് സ്പേസ് നോർമലിലേക്ക് മാറ്റാം. അതിനുശേഷം അർണോൾഡിൽ ഫ്ലിപ്പ് ജി ചാനൽ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബം ആട്രിബ്യൂട്ടിൽ ബം വാല്യൂസിൽ നമ്മൾ കണക്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോർമൽ മാപ്പ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് നോർമൽ മാപ്പ് ആഡ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കൊന്ന് റെൻഡർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിഫറൻസ് കാണാൻ പറ്റും. ആ ഡിഫറൻസ് എന്നാന്ന് നോക്കാം. അതായത് നോർമൽ മാപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഷാഡോയുടെ ഡീറ്റെയിൽസ് നമുക്കിതിൽ കുറച്ചും കൂടെ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റേഴ്സും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതിനായി പ്ലെയിൻ സെലക്ട് ചെയ്യുക, ബേസിൽ വന്ന് കളർ മാപ്പ് ആഡ് ചെയ്യാം. ഇവിടെ കളർ മാപ്പ് എന്ന് പറയുന്നത് ഡിഫ്യൂസ് മാപ്പാണ്. അതിൻ്റെ ഡിഫ് എന്നുള്ള ഷോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്പെക്കുലറിൽ വന്ന് റഫ്നെസ് മാപ്പ് ആഡ് ചെയ്യാം. റഫ്നെസ് മാപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ സ്പേസിൽ വന്ന് റോയിലേക്ക് മാറ്റണം. ഇനി നമുക്കൊന്ന് റെൻഡർ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കാം. ഇപ്പോൾ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് കിട്ടുന്നതാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്ലെയിനിൽ ബേസ് കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ sRG എന്നുള്ളത് നമ്മൾ റോയിലേക്ക് മാറ്റണം. അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിക്കാം. നമുക്കിതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനുശേഷം റെൻഡർ ചെയ്യാം. നമ്മുടെ കളർ സ്പേസ് റോയിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി കിട്ടുന്നതാണ്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പും ബം മാപ്പും നോർമൽ മാപ്പും ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്